സുഖമായിട്ടിരിക്കണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കണോ കേട്ടോ. അപ്പം നമുക്കിന്ന് പീലീസിൻ്റെ PTമിന് പോകാം കേട്ടോ സ്കൂളിൽ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. ദോശയും സാമ്പാറും പൂരിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല പോലെ കഴിച്ചു കേട്ടോ. അപ്പോൾ പീലീസിൻ്റെ ദോശയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തികളൊന്നും കൂട്ടില്ല കേട്ടോ. അപ്പോൾ ദോശ നല്ല നെയ്യൊക്കെ ഇതാക്കിയിട്ടുള്ള ദോശയാണെങ്കിൽ പീലീസ് നന്നായി കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ബദാം മിൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര മധുരം, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ സൈൻ ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ കയറി കേട്ടോ. അപ്പോൾ അത് അവിടെ കുറേ പേരൻസ് ഉണ്ട്. മോൻ അവരുടെ കൂടെ പോയിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പീലീസ് പിന്നെ മാളിൽ പോയാലോ, ഗെയിം കളിച്ചാലോ എന്നൊക്കെ. അപ്പം എന്നാൽ പിന്നെ മാളിൽ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ മാളിലേക്ക് വിട്ടു കേട്ടോ. മാളിൽ പോയിട്ട് കുറച്ച് ടോയ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ കയറി കേട്ടോ. അവിടെ നല്ല ബ്രാൻഡഡ് ടോയ്സുകൾ ഇഷ്ടപ്രകാരം ഉണ്ട് കേട്ടോ. എന്ത് ടൈപ്പ് ടോയ്സ് വേണമെങ്കിലും അവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ടോയ്സിൻ്റെ ഷോപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. ഫ്രോസിൻ്റെ ഒക്കെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ കാറ് കണ്ടപ്പോൾ ഇതേ മോൻ്റെ കിടന്ന് ചാടുന്നുണ്ട് കേട്ടോ. കാറ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കാറ്. പക്ഷെ അവനിപ്പോൾ കാറ് വാങ്ങിച്ചു കൊടുത്താൽ അവൻ കളിക്കും. ഇപ്പോൾ അവന് സ്പൂണും കയ്യിലും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ കളിക്കാൻ സുഖമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി കയറി. മാളിലേക്ക് വരുന്നതേ പീലീസ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ മാളിൽ വരുമ്പോൾ ഇങ്ങനെ കളിക്കും കേട്ടോ. മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഈ സന്തോഷം. നമുക്കും അത് സന്തോഷം, എനിക്കും അത് സന്തോഷം. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഗെയിം കളിക്കാൻ. ഏട്ടനും ഗെയിം കളിക്കും കേട്ടോ. അപ്പോൾ പീലീസിൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങളും ഇങ്ങനെ ഗെയിം കളിക്കും. അപ്പോൾ മോനുള്ളത് കൊണ്ട് ഒരാൾ എടുത്ത് പിടിച്ചാലേ ഒരാൾ കളിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാറി മാറി എടുക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ കളിച്ച് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പീലീസ് ഓരോ ഗെയിമൊക്കെ കളിച്ച് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മോൻ്റെ ഇങ്ങനെ നോക്കിക്കണ്ട് കേട്ടോ. അടുത്തത് ഇനി ഞാനാന്ന് വിചാരിച്ചിട്ടാണ് നോക്കണത്. അപ്പോൾ ഇതാ മോനും നോക്കിയിരുന്നോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മോനൊന്ന് മടിയിൽ വെച്ച് കൊടുത്തു കേട്ടോ. അവൻ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവനവിടെ ഇരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതൊക്കെയാന്നൊക്കെ നോക്കിയിട്ട് ഓപ്പോളുടെ മടിയിൽ അങ്ങനെ ഇരുന്ന് കൊടുത്തു കേട്ടോ. പീലീസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിച്ച് പിന്നെ ഗിഫ്റ്റ് എടുക്കണ ഒരു ഗിഫ്റ്റ് എടുക്കാൻ കുറേ ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് ട്രൈ ചെയ്തപ്പോഴേക്കും ഏട്ടൻ അതെല്ലാം പെറുക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റുകൾ. ഏട്ടനാണ് ഹീറോ, അച്ഛനാണ് ഹീറോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ഒരാൾ. അതെ, ശരിക്കും അച്ഛൻ തന്നെയല്ലേ എപ്പോഴും ഹീറോ ആയിട്ടിരിക്കേണ്ടത്. മോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ. പിന്നെ ബോളിലേക്ക് കടന്നു കേട്ടോ. ബോളും അതേപോലെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഏട്ടൻ അതും എടുത്തു കേട്ടോ. അങ്ങനെ ഒരു 4-5 ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പീലീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ ഹീറോ, എൻ്റെ അച്ഛൻ ഇതൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗിഫ്റ്റുകളെല്ലാം പെറുക്കി കുറേ ഗെയിം കളിച്ച്. പീലീസ് ഇതും കളിച്ചു കേട്ടോ. ഈ ബോൾ എറിഞ്ഞിട്ടിങ്ങനെ വീഴുന്ന ആ സംഭവം പീലീസ് വെച്ചു. ഇനി ഞങ്ങൾക്ക് നല്ല വിശപ്പാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പോൾ ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്ക് കേട്ടോ. ഇരിക്കാൻ പോലും സ്ഥലമില്ല. എങ്ങനെയൊക്കെയോ സ്ഥലം കണ്ടുപിടിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. അപ്പോൾ പീലീസ് എപ്പോഴും ബിരിയാണിയുടെ ആളാണ്, ഞാനും ബിരിയാണിയുടെ ആളാണ്. പക്ഷേ ഇടയ്ക്കൊന്ന് വെറൈറ്റി കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വാങ്ങിക്കാൻ പറ്റാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ബാക്കി ഉണ്ടാവും, അപ്പം ഞാൻ കഴിക്കണം. ഏട്ടൻ വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വെറൈറ്റി ഞാൻ അടിച്ചു മാറ്റും, അങ്ങനെ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുട്ടി ഐസ്ക്രീം ഓർഡർ ചെയ്ത്, എന്താ പറയുക, ഇങ്ങനെ തീയുള്ള ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് അത് പുകഞ്ഞിട്ട് പോയി കേട്ടോ. എനിക്ക് അറിയില്ല കേട്ടോ, എൻ്റെ പേരൊക്കെ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രൈയിലൊക്കെ ഒന്ന് കയറി ഗിഫ്റ്റ്സൊക്കെ നോക്കി, എന്തെങ്കിലുമൊക്കെ ഒക്കെ നോക്കി. മോളിൽ തന്നെ ഫസ്റ്റ് ക്രൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രൈസിനൊക്കെ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പീലീസ് ഓരോ ടോയ്സായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.